നിങ്ങൾ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു വാർ സിറ്റുവേഷനിൽ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. കാരണം മിക്ക ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ട്രസ് സെയിലിൽ വിറ്റ് കാശ് നഷ്ടപ്പെടുന്ന ഒരു ടൈമാണിത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വാർ വന്നെന്ന് പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ക്രാഷ് ആകാൻ പോകുന്നില്ല. ഒരു വാർ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ക്രാഷ് ആവുന്നത് സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും ആണ്. ഒരു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആവണമെങ്കിൽ ആ രാജ്യത്തിലെ ബാങ്ക് തകരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ക്രാഷ് ആവണം. റൈറ്റ് നൗ യു എയിലെ GDP ഏകദേശം 1.9 ട്രില്യൺ ദിർഹംസ് ആണ്. ഇവിടുത്തെ ബാങ്ക് അസറ്റ് വാല്യൂസ് ഏകദേശം 5.4 ട്രില്യൺ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ GDP കാട്ടി 3 ഇരട്ടിയാണ് ഇവിടുത്തെ ബാങ്ക് അസറ്റ് വാല്യൂ. സോ അതുകൊണ്ട് തന്നെ UAയിലെ ബാങ്ക്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അത് മാത്രമല്ല ക്യാപിറ്റൽ അഡ്വക്കൻസി റേറ്റ് നോക്കുവാണെങ്കിൽ 17% ഉണ്ട് UAE ബാങ്ക്സിന്. ഗ്ലോബൽ ആവറേജ് വെറും 10.5% ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5% ഇവിടുത്തെ ബാങ്ക്സിന് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലോൺ എടുത്തിട്ടുള്ള ആൾ തിരിച്ച് കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ ബാങ്ക്സിന് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഏകദേശം 146.6% ഉണ്ട് UAE ബാങ്ക്സിന്. ഗ്ലോബൽ ആവറേജ് നോക്കുവാണെങ്കിൽ വെറും 100% ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 46.6% UAE ബാങ്ക്സിന് അതും കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കാശ് പെട്ടെന്ന് വിഡ്രോ ചെയ്തോട്ട് പോവുകയാണെങ്കിലും ഇവിടുത്തെ ബാങ്ക്സിന് ഈസി ആയിട്ട് അത് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ ഉള്ളൂ. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നേരത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. UAE ബാങ്ക്സ് വളരെ പവർഫുൾ ആണ്, വളരെ ക്യാഷ് റിച്ച് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടുത്തെ ബാങ്ക് ഇടിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും ഇടിയാൻ പോകുന്നില്ല. സോ ഇത് കണക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇത് കണക്കുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്തേരെ. അത് മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വാർ ഓർ ഇൻവെസ്റ്റ്മെന്റ് എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഫാക്ട്സ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം.